ഹോമിയോ ആസ്ഥാനത്തിന് മുന്നിൽ ഡോക്ടർമാരുടെ സംഘടന ധർണ നടത്തിയതിന്റെ പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഹോമിയോ ഡോക്ടർമാരുടെയും ശമ്പളം തടഞ്ഞു. ഹോമിയോ വകുപ്പിലെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ജൂലൈ 9 ധർണ നടത്തിയതിനാണ് മുൻകൂട്ടി അറിയിക്കാതെ ഡയസ്നോൺ എന്ന പേരിൽ ശമ്പളം തടഞ്ഞത്. ഡിഎംഒമാരുടെ അനുമതി രേഖയില്ലാതെ ശമ്പളം നൽകാനാകില്ലെന്നാണ് സർക്കാർ നിലപാട്. അതേസമയം സർക്കാർ നിലപാടിനെതിരെ കടുത്ത തീരുമാനമെടുക്കേണ്ടിവരുമെന്ന് ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കി. ഹോമിയോ വകുപ്പിലെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ജൂലൈ 9 ഡോക്ടർമാരുടെ സംഘടനയായ KGHMOA ഹോമിയോ ഡയറക്ടറേറ്റിൽ ധർണ നടത്തിയത്. സംസ്ഥാന ഭാരവാഹികളടക്കം 54 പേരായിരുന്നു ധർണയിൽ പങ്കെടുത്തത്. എന്നാൽ ശമ്പളത്തിനായി ഡോക്ടർമാർ ബിൽ സമർപ്പിച്ചതോടെ സംസ്ഥാനത്തെ 776 ഹോമിയോ ഡോക്ടർമാർക്കും ഡിഎംഒമാരുടെ അനുമതി രേഖ വേണമെന്ന് അധികൃതർ അറിയിക്കുകയായിരുന്നു. 54 പേർ മാത്രം ധർണയിൽ പങ്കെടുത്തപ്പോഴാണ് മുഴുവൻ ഡോക്ടർമാരുടെയും ശമ്പളം തടഞ്ഞത്. അതേസമയം മുൻകൂട്ടി അറിയിക്കാതെ ഡയസ്നോൺ ഏർപ്പെടുത്തിയത് തെറ്റാണെന്നും ഹോമിയോ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. സമരത്തിനായി നോട്ടീസ് പോലും നൽകാത്തപ്പോഴാണ് സർക്കാർ ചട്ടവിരുദ്ധമായി ഡയസ്നോൺ ഏർപ്പെടുത്തിയത്. ആ ധർണയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും ശമ്പളം കട്ട് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് വകുപ്പ് അധ്യക്ഷൻ ഇറക്കുകയുണ്ടായി. ഇത് ഈ ധർണ പരിപാടികളിൽ പങ്കെടുക്കുന്ന അതുപോലത്തെ പ്രതിഷേധ പരിപാടികൾക്ക് യാതൊരുവിധ ഡയസ്നോണും ബാധകമല്ല. സാധാരണയായി പണിമുടക്കിന് മാത്രം പ്രഖ്യാപിക്കുന്ന ഡയസ്നോൺ ധർണയ്ക്കെത്തിയവർക്ക് ബാധകമാക്കിയതും ചട്ടവിരുദ്ധമാണ്. ശമ്പളം തടഞ്ഞാൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് ഹോമിയോ ഡോക്ടർമാർ. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, ഈ വാർത്തയുടെ വിവരങ്ങൾ എന്താണ്? അനുജ, ഹോമിയോ ഡയറക്ടറേറ്റ് മുന്നിൽ കഴിഞ്ഞ ജൂലൈ 9 54 വരുന്ന ഹോമിയോ ഡോക്ടർമാർ ധർണ നടത്തിയിരുന്നു. പ്രധാനമായും ഹോമിയോ വകുപ്പിലെ അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സമരം നടത്തിയത്. പക്ഷേ ഈ ഡോക്ടർമാരുടെ സംഘടന തന്നെയാണ്, അംഗീകൃത സംഘടന തന്നെയാണ് ധർണ നടത്തുകയും ചെയ്തത്. ഇതിന്റെ പേരിൽ സംസ്ഥാനത്തെ 776 വരുന്ന മുഴുവൻ ഹോമിയോ ഡോക്ടർമാരുടെയും ശമ്പളം തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഡോക്ടർമാർ ശമ്പളത്തിനായി ബിൽ സമർപ്പിക്കുന്ന ഇതിലേക്ക് എത്തിയപ്പോഴാണ് ഡയറക്ടറേറ്റിൽ നിന്നും ഇത്തരത്തിലൊരു അറിയിപ്പ് കിട്ടിയത്. അതായത് ഡിഎംഒമാരുടെ ക്ലിയറൻസ് ഇല്ലാതെ കഴിഞ്ഞ മാസം ശമ്പളം നൽകാൻ ആവില്ല എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ കഴിഞ്ഞ സമരത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള ഒരു ക്ലിയറൻസ് തന്നെ കിട്ടണം, അതില്ലാതെ ശമ്പളം നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഹോമിയോ ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നതെന്നാണ് ഹോമിയോ ഡോക്ടർമാരുടെ സംഘടന തന്നെ വളരെ കൃത്യമായി പറയുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഡോക്ടർമാരുടെ സംഘടന. തുടർന്നും ഇത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടാണെന്ന് തന്നെ അവർ പറയുന്നു. കാരണം അവർ സമരമല്ല നടത്തിയത്, ഒരു ധർണ നടത്തുക മാത്രമാണ് ഉണ്ടായത്. സാധാരണ പണിമുടക്ക് നടത്തുമ്പോഴും മറ്റുമാണ് സർക്കാർ ഡയസ്നോൺ എന്ന രീതിയിൽ ശമ്പളം കട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് അതൊന്നുമില്ലാതെ മുൻകൂട്ടി ഒന്നും അറിയിക്കാതെ ഈ മാസത്തെ ശമ്പളത്തിനെത്തിയ സമയത്ത് ഇത്തരത്തിലൊരു നിലപാടെടുത്തതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഹോമിയോ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അനുജ, ഇപ്പോൾ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ KGHMOAയുടെ പ്രതിനിധി ഡോക്ടർ ശിവരാമകൃഷ്ണൻ ടെലിഫോൺ ലൈനുണ്ട്. ഡോക്ടർ ശിവരാമകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് വിശദീകരിക്കാമോ? യഥാർത്ഥത്തിൽ ജൂലൈ 9 ഡയറക്ടറേറ്റിന് മുന്നിൽ നമ്മൾ നടത്തിയ ധർണ അത് ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ധർണയായിരുന്നു. അതിൽ ആക്ച്വലി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 52 പേരെ മാത്രമേ നാം പങ്കെടുപ്പിച്ചിരുന്നുള്ളൂ. നമ്മൾ അന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല വിഷയങ്ങളുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ജനക്ഷേമ പരിപാടിയായിട്ട് ജില്ലാ ഹോമിയോ ആസ്പത്രികളിൽ നടന്നു വന്നിരുന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, വളരെ ജനങ്ങൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള, വളരെയധികം ആവശ്യമായിട്ട് വന്നിട്ടുള്ള സീതാലയം, അമ്മയും കുഞ്ഞും, അതുപോലെ ആയുഷ്മാൻ ഭവ, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം എന്നീ ആ സ്പെഷ്യൽ പ്രൊജക്ടുകളുടെ മുനയൊടിക്കുന്ന രീതിയിൽ ആ പ്രൊജക്ടുകളൊക്കെ വന്നിട്ട് അവിടെ ഡിസ്പെൻസറികളിൽ മാറ്റുന്ന പ്രവണതയ്ക്ക് എതിരെയാണ് അന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് അത് ഉന്നയിച്ചിരുന്നത്. അതിപ്പോ ഈ ജനങ്ങൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, ഇത് ഡിസ്പെൻസറിയിൽ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രൊജക്ടുകൾ തന്നെ ഇല്ലാതായി പോകും. അപ്പൊ ഞങ്ങൾ ജനങ്ങളുടെ ആവശ്യമായിട്ടാണ് അന്ന് അവിടെ പോയത്. അപ്പൊ അതിന് 52 പേരെ ശിക്ഷിക്കുന്നതിന് പകരം അതല്ലെങ്കിലും ഇത് ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ധർണയ്ക്ക് കേട്ടുകേൾവിയില്ലാത്തതാണ് ഈ ഡയസ്നോൺ. അങ്ങനെ ഡയസ്നോൺ പ്രഖ്യാപിക്കണമെങ്കിലും അത് ഗവൺമെന്റ് അത് അറിയിക്കണം. അത് നമ്മുടെ ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉത്തരവ് ഇറങ്ങേണ്ടതാണ്. അത് ഉത്തരവൊന്നും ഇറങ്ങാതെ ഡയറക്ടർ ഓവർ എന്തൂസിയാസം കാണിച്ചുകൊണ്ട് അവിടെ ജില്ലാ അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെയാണ് ഞങ്ങൾ ഇത് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ശിവരാമകൃഷ്ണൻ, 54 പേരാണോ ധർണയിൽ പങ്കെടുത്തത്? പക്ഷേ ശമ്പളം എല്ലാവർക്കും നിഷേധിക്കപ്പെടുകയായിരുന്നു. എല്ലാവർക്കും നിഷേധിപ്പിക്കപ്പെടാനുള്ള കാരണം ഇത് ആർക്ക് പങ്കെടുത്തില്ല എന്നുള്ള കാര്യം അത് ഗസറ്റഡ് ഓഫീസർമാർ അത് ഡിക്ലറേഷനായിട്ട് എഴുതി കൊടുക്കണമല്ലോ. ഇപ്പോ അത് ഒരു നിർദ്ദേശം, അത് ട്രഷറി വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം എല്ലാ ട്രഷറികൾക്കും എത്തിയിരിക്കുകയാണ്. അപ്പൊ ട്രഷറികൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ശമ്പളം തടയുകയാണ് ചെയ്യുക.
അപ്പൊ അവർക്കറിയണം ആരൊക്കെ പങ്കെടുത്തു ഇല്ല. പങ്കെടുത്തവർക്ക് ശമ്പളം ഒരു ദിവസം ശമ്പളം കട്ട് ചെയ്യും, പങ്കെടുക്കാത്തവർക്ക് അത് അവർ സാങ്ഷൻ ചെയ്യും. അപ്പൊ അത് മൊത്തത്തിൽ എല്ലാവർക്കും അത് ഡിസ്റ്റർബൻസ് ആയി വന്നിരിക്കുകയാണല്ലോ. ഇതിൽ DMOമാരുടെ അനുമതി രേഖ ഇല്ലാതെ ശമ്പളം നൽകാനാകില്ല എന്ന് സർക്കാർ പറയുമ്പോൾ DMOയുടെ നിലപാട്, DMOമാർ സ്വാഭാവികമായും ഈ ധർണയിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് നൽകുകയും പങ്കെടുക്കാത്ത ആളുകളുടെ ലിസ്റ്റ് നൽകുകയും അങ്ങനെ ചെയ്യുകയാണോ ഉണ്ടായത്? ലിസ്റ്റ് ഇനിയിപ്പോ നൽകാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇതിനിപ്പോ ഇന്ന് തീയതി 1-2, ഇന്ന് തീയതി 2 ആണല്ലോ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളാണല്ലോ അതിന്റെ ആവശ്യം വരും. അപ്പൊ DMOമാർക്ക് DMO ഓഫീസുകളിൽ നമ്മുടെ എല്ലാ ഓഫീസർമാരും ഇപ്പൊ പടയോട്ട് നടത്തിയിട്ടിരിക്കുന്നു. അപ്പൊ ആളുകളൊക്കെ അവിടെ പോയിട്ട് ഞങ്ങൾ പങ്കെടുത്തു എന്നുള്ള കാര്യം പറയണം. അത് ഒരിക്കലും അത് ഞങ്ങളുടെ അസോസിയേഷൻ അത് അനുവദിക്കുന്നതല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനേ പോകുന്നില്ല. കാരണം ഇത് ഗസറ്റഡ് ഓഫീസർമാരുടെ ഒരു ശമ്പള ബില്ലിൽ മേൽവകുപ്പിന്റെ ആവശ്യമില്ല. അത് സർക്കാർ ചട്ടങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് ഡോക്ടർമാർ, പങ്കെടുക്കാത്ത ഡോക്ടർമാർ സ്വയം ഡിക്ലറേഷൻ കൊടുത്താൽ തന്നെ മതിയാവും അത് ശമ്പള ബില്ല് പാസ്സാക്കുവാൻ. ഡയറക്ടറുടെ നിർദ്ദേശം തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ഇപ്പോൾ KGMOയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ EP മോഹനൻ ടെലിഫോൺ ലൈനുണ്ട്. ഡോക്ടർ EP മോഹനൻ, സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാർ ഇപ്പോൾ നിസ്സഹകരണ സമരം നടത്തുകയാണ്, അലോപ്പതി ഡോക്ടർമാർ. അപ്പോഴാണ് ഇത്തരമൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. പൊതുവെ ഡോക്ടർമാരുടെ ആവശ്യങ്ങളോടൊക്കെ സർക്കാരിന്റെ നിലപാട് ശരിയല്ല എന്നൊരു അഭിപ്രായമുണ്ടോ? ഡോക്ടർമാരുടെ ആവശ്യങ്ങളോട് സർക്കാർ ശരിയായ നിലപാട്, അനുകൂല നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ശിവരാമകൃഷ്ണൻ പറഞ്ഞപ്പോൾ മനസ്സിലായി. തീർച്ചയായിട്ടും ഇതിൽ എതിർക്കപ്പെടേണ്ടത് പണിമുടക്കാതെ, ജനാധിപത്യ രീതിയിൽ പണിമുടക്കാതെ നടത്തുന്ന ഒരു ധർണയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഡോക്ടർമാരുടെ പേരിൽ ഡൈസ്നോൺ ഏർപ്പെടുത്തുന്നത്, ഏത് ജീവനക്കാരന്റെ പേരിലും ഡൈസ്നോൺ ഏർപ്പെടുത്തുന്നത് ചട്ടവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. സാധാരണ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു രീതിയല്ല ഇത്. ഞാൻ മനസ്സിലാക്കുന്നത് ട്രഷറി ഡയറക്ടറുടെ ഒരു ഉത്തരവ് പോലും കൃത്യമായിട്ടില്ലാതെയാണ് ഈ ഹോമിയോ ഡോക്ടർമാരുടെ ശമ്പളം നിശ്ചയിക്കപ്പെടുന്നതാണ്. രണ്ടാമത് പറയുന്ന കാര്യം, ഈ ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളം അതിന് മുകളിൽ മേലൊപ്പ് DMOമാർ വെക്കണം എന്നുള്ളൊരു നിയമം എവിടെയില്ല. അത്തരൊരു നിയമം കൂടെയാണ് ഗവൺമെന്റ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത്. ഇതൊക്കെ ജനങ്ങളോട് അല്ലെങ്കിൽ ജീവനക്കാരുടെ ആവശ്യങ്ങളോട് സമരം ചെയ്യുന്ന ജീവനക്കാരുടെ ആവശ്യങ്ങളോട് സർക്കാർ കാണിക്കുന്ന ഒരു അസഹിഷ്ണുത തന്നെയാണ്. ഈ മാസം നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ജൂലൈ 21 നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, KGMO തുടങ്ങിയിട്ടുണ്ടായിരുന്നു സമരത്തിന്റെ നേരെയും ഗവൺമെന്റ് സമരം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഡൈസ്നോൺ പ്രഖ്യാപിക്കാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നിസ്സഹകരണ സമരമായിരുന്നു, ജോലി ചെയ്തുകൊണ്ടുള്ള സമരമായിരുന്നു, എന്നിട്ട് പോലും ഡൈസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എതിർക്കപ്പെടേണ്ടത് കാര്യമാണ്. ഡോക്ടർ ശിവരാമകൃഷ്ണൻ, ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു വിശദീകരണം നിങ്ങൾക്ക് ആരെങ്കിലും തന്നിരുന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം ഹോമിയോ വകുപ്പ് ഡയറക്ടറുടേതടക്കം ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടില്ല. അതായത് നമ്മൾ വളരെ മുൻകൂട്ടി തന്നെ 20 ദിവസം 25 ദിവസം മുൻകൂട്ടി തന്നെ ഇങ്ങനെ ഒരു ധർണ നടത്തുന്ന കാര്യം അത് ജനാധിപത്യ രീതിയിലുള്ള ഒരു സമരമാണ്, അല്ലാതെ ഒരു പണിമുടക്കോ ഒന്നുമല്ല. അങ്ങനെ കാണിച്ചുകൊണ്ട് സർക്കാരൊന്നും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അതുപോലെ ഡയറക്ടർക്കും നാം നൽകിയിരുന്നു. അപ്പൊ അതിന് ഈ 9-ാം തീയതിയാണ് ധർണ നടത്തിയത്. ഈ 8-ാം തീയതിയാണ് ഡയറക്ടർ ഗവൺമെന്റിന് ആവശ്യപ്പെടുകയാണ് ഇവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള രീതിയിൽ. അവര് വളരെയധികം എന്തുവിശ്വാസം കാണിച്ചുകൊണ്ട് അവരെ കത്ത് ഇടപാട് നടത്തുകയും അതിന്റെ പേരിലാണ് 16-ാം തീയതി 16-ാം തീയതി ഒരു ഉത്തരവ് ഇറങ്ങുന്നത്. അത് ആക്സിഡന്റ് മാർക്ക് ചെയ്യണം എന്നുള്ള ഉത്തരവാണ് ആരോഗ്യവകുപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഇപ്പോൾ ഉറപ്പാണ്, ഈ ധർണയിൽ പങ്കെടുത്ത 54 പേർക്കും ആ ഒരു ദിവസത്തെ ശമ്പളം ലഭിക്കില്ല എന്നത്. അത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ എങ്ങനെ അത് പറയാൻ, കാരണം ഇത് അതിനുള്ള നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടില്ലല്ലോ. അതൊരു ഇവിടെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ധർണയ്ക്ക് ഡൈസ്നോൺ പായിക്കുക എന്നുള്ളത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ്. നമുക്ക് കേരളത്തിൽ 256ഓളം സർവീസ് സംഘടനകളുണ്ട്. എവിടെയും ഇത് നടന്നിട്ടില്ലല്ലോ. പണിമുടക്കാണെങ്കിൽ ശരിയാണ്, പണിമുടക്കാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പേ ഒരുപാട് മുൻ അനുഭവങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ ഒരു പണിമുടക്കല്ലാതെ വളരെയധികം സമാധാനപരമായിട്ട് നടത്തിയ ഒരു ധർണയ്ക്ക് ഡൈസ്നോൺ കേട്ടുകേൾവില്ലാത്തതാണ്. KGMOയുടെ നേതാവ് തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം. ഇങ്ങനൊരു ധർണ നടത്തിയതിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിൽ ഹോമിയോ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നറിയാം, എങ്കിൽ കൂടിയും ചോദിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ലല്ലോ. ഒരു ദിവസം പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ലീവ് ഇടാറുണ്ടല്ലോ.
ഈ ഓഫീസർമാർ പങ്കെടുത്ത ഓഫീസർമാർ അത് അവര് CL കാഷ്വൽ ലീവ് മാർക്ക് ചെയ്തിട്ടാണ് ധർണയിൽ പങ്കെടുത്തത്. സാധാരണ പല ആവശ്യങ്ങൾക്ക് ലീവുകൾ എടുക്കാറുണ്ടല്ലോ, നമുക്ക് ലീവുകൾ അനുവദിച്ചിട്ടുണ്ടല്ലോ. ഒരു ദിവസം കൊണ്ട് അത് തടസ്സപ്പെടില്ല. അതിന് മറ്റ് സംവിധാനങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടാണ് ഓഫീസർമാർ ധർണയിൽ പങ്കെടുത്തത്. ഇപ്പൊ ഡോക്ടർ ഇല്ല എങ്കിലും അതിനുള്ള മറ്റ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായില്ല. സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും നീങ്ങുക നിങ്ങളുടെ സംഘടന? തീർച്ചയായിട്ടും ഞങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ച് അടിയന്തര സ്റ്റേറ്റ് കമ്മിറ്റി കൂടുകയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി കൂടുകയും ഉചിതമായ തീരുമാനം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇത് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു സംഘടന വിട്ടുകൊടുത്താൽ ഇതൊരു മുന്നുദാഹരണമാകും. ഇതൊരു പ്രസിഡൻസ് ആയി എല്ലാ സംഘടനകൾക്കും ഇത് ബാധകമാകും. ഒരു കാരണവശാലും ഇത് വന്നിട്ട് വിട്ടുകൊടുക്കാൻ കഴിയില്ല. വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ധർണയ്ക്ക് ഇങ്ങനെ ഒരു ഡയസ്നോൺ വന്നിട്ട് കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നാളെ ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള അടുത്ത ഘട്ട സമര പരിപാടികൾക്ക് രൂപം നൽകും. ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിനായി ഹോമിയോ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജമുനയിൽ നിന്നും ഞങ്ങൾ അഭിപ്രായം തേടിയിരുന്നെങ്കിലും പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് അവർ അറിയിച്ചത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ശിവരാമകൃഷ്ണൻ, അതുപോലെ തന്നെ ഡോക്ടർ EP മോഹനൻ. വിവരങ്ങൾ നൽകിയത് ശ്രീജിത്താണ്.